നട്ടപ്പാതിരക്കൊരു പൊട്ട സ്വപ്നം കണ്ട് എഴുന്നേറ്റതാ. പിന്നെ കണ്ണിന്റെ പോള പൂട്ടിയിട്ടില്ല മനുഷ്യൻ. എന്തൊട്ട് സ്വപ്നം അടിക്കണ്ടേ സർട്ടിഫിക്കറ്റാ? ഓടുന്നു. ഈ പണിക്കിറങ്ങിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാ മേനക്കേട് പോലും കിട്ടിയില്ല. ഉണ്ടമ്പൊരി ഉറക്കമുള്ള വെറുതെ ആയി. നീട് വന്നിട്ട് ദിവസം ഇതെങ്കിലും നടക്കട്ടെ. കാണിക്കണേ പിള്ളേര് എണീക്കുന്നേ. എന്തിനടക്ക അറിയണേ? എന്തിനൊക്കെ അറിയണേന്ന്? അപ്പച്ച അമ്മച്ചിക്ക് കണ്ണില് കരട് എടുത്തല്ലേ? ഇങ്ങോട്ടൊക്കെ അപ്പച്ചനെ മറ്റേ ബുക്ക് പൊട്ടിക്കാനായിട്ട് ചോട്ടാബിന്റെ പടം മേടിച്ചരാം. ഒന്നും മിണ്ടായിരുന്നാ വേണ്ട. പൊടിമീൻ്റെ ഒരു പടം കണ്ടാ മതി, രണ്ടടങ്ങാടി ചോറുണ്ടോ. ഈ പോലീസുകാരെ കൊണ്ടും ചൊല്ലറിക്കാരെ കൊണ്ടും ഒരു രക്ഷയില്ലട്ടാ. നല്ല ഒന്നാം തരം 916 ഉരുപ്പിടിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫ്രാൻസിന്റെ കടയിൽ കൊണ്ടേ കൊടുത്തു. അങ്ങേരെ ഒരു തട്ടിക്കിലും ഗുണനോ അരണോ കഴിഞ്ഞിട്ട് ആ കിട്ടിയത് മുതലിന്റെ 4-1 ആനപ്പിണ്ടം. പണിയെടുത്താലും മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. സ്വർണത്തിന്റെ വിലയാണെങ്കിൽ ഇനിയും കീഴ്പോട്ട് വന്നു കേൾക്കണേ. ആലോചിച്ചിട്ട് എത്തും പിടിക്കട്ടണല്ലോ. അതെടുക്കല്ലേ ജോസുവനെ, നിനക്ക് ഒരെണ്ണം അമ്മച്ചി തന്നല്ലേ, അത് അപ്പച്ചന് കഴിക്കണ്ടേ. ഒന്നാമത് മുട്ട നിന്ന് അപ്പ കഫക്കെട്ട ചക്കന്. അവൻ കഴിക്കട്ടെ, ഓമി മരുന്ന് കൊടുക്കണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? അതില്ലേ അപ്പച്ചാ, ഈ ജോസുണ്ടല്ലോ കഴിഞ്ഞ ദിവസം അവന്റെ ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടിയുടെ കളർ പെൻസിൽ ആയിട്ട് കൊടുത്തു. അവന്റെ അടുത്തിരുന്ന ശ്യാംപ്രസാദ് എന്നോട് പറഞ്ഞത്. ഇല്ലട്ടപ്പച്ചാ, ഈ ചേട്ടൻ വെറുതെ നോണ പറയണതാ. പിന്നെ ചെവിയാൻ പൊന്നാക്കും. അപ്പച്ചന്റെ മോനെ എന്താ ആവശ്യമുണ്ടെങ്കിലും അപ്പച്ചൻ വാങ്ങിച്ചു തരില്ലേ? പിന്നെന്താ, വേറെ ആരെയും ചോദിക്കാണ്ട് ഒന്നും എടുക്കാൻ പാടില്ല, ദൈവം ശിക്ഷിക്കും. കൂർക്ക കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. എന്തായാലും കൂട്ടിന് ഒരാളെ കിട്ടിയത് നന്നായി. ബാക്കിയുള്ളവർക്കൊരു സമാധാനമായി. ഇപ്പോ ആരെങ്കിലും വന്നാ ചുമക്കാനെങ്കിലും ഒരാളായല്ലോ. 2 ദിവസം കൂടി നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കൂടെ കൂട്ടണോ വേണ്ടെന്ന്. എവിടെന്നെങ്കിലും ഒരു 10-24 ഇഞ്ചിന്റെ TV കിട്ടും നോക്കിക്കോളൂട്ടാ. സിൽവേച്ചിയുടെ പെരപാർക്കലായിന്ന് കേട്ട്. മോളിയന്റിന്റെ മോളുടെ കല്യാണം ഉറച്ചിട്ടുണ്ട്. ഇനി അതിനും വേണം ഒരു പവൻ. അതിന് പിന്നെ സാവകാശം ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് വേറെ വല്ലതും ഉണ്ടാ? അല്ല ചോദിച്ചാ. യോ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം ആലോചിച്ചേ. ജാൻസി കുറച്ചു ദിവസം നിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ വൈകുന്നേരത്തോടെ തന്നെ തനും മതി. ഹരി സാധനങ്ങളൊക്കെ കഴിയാറായിട്ടാ. അവിടെ എത്ര ദിവസം ഉണ്ടാവൂടി? എന്തായാലും 1-2 ആഴ്ച കാണും. നീ എന്താ വേണമെന്ന് വെച്ചാൽ അപ്പേന്റെ കടയിൽ നിന്ന് മേടിച്ചോ, ഞാൻ പറഞ്ഞോളാം. പറ്റുപ്പോ ഒരു വാടായിട്ടാ. നീ ഇങ്ങനെ ഒളിച്ചോണ്ടിരിക്കാണ്ട് എന്തെങ്കിലും ഒരു നല്ല പണി കിട്ടാൻ പ്രാർത്ഥിക്കടി. ഉണ്ടമ്പൊരി. എന്റെ മാതാവേ കാത്തോളണേ.